കുളിച്ച് റെഡിയായി നേരെ പുറത്തിറങ്ങി. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ശിവാജി നഗറിലേക്കാണ് കേട്ടോ. കുറച്ച് ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. 7 കൊല്ലം ബാംഗ്ലൂർ കന്നഡക്കാരൻ്റെ അടുത്ത് തമിഴിൽ സ്ഥലം ചോദിക്കുന്ന ഷംനാസ്. ഓട്ടോയിൽ കയറി ഇരിക്കാൻ പറ്റില്ല. ബാംഗ്ലൂരിലെ ഈ തിരക്കിൽ നമ്മൾ ഓട്ടോയിൽ മജസ്റ്റിക്കിൽ നിന്ന് ശിവാജി നഗറിലേക്ക് പോകാട്ടോ. നല്ല ട്രാഫിക് ആയതുകൊണ്ടാണ് വണ്ടി എടുക്കാതെ ഓട്ടോ എടുക്കാൻ തീരുമാനിച്ച്. പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ വലിയ ട്രാഫിക് ഒന്നുമില്ല. ഇതാണ് ശിവാജി നഗർ സ്ട്രീറ്റ്. ഇവിടെ ഒത്തന്റിക് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്. ഷാക്കിൻ്റെ സജഷനായിരുന്നു ശിവാജി നഗറിലെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അവരിവിടെ പഠിക്കുന്ന കാലത്ത് സ്ഥിരമായിട്ട് വന്ന് കഴിക്കാറുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഫുഡ് മാത്രമല്ല, ശിവാജി നഗർ വലിയൊരു മാർക്കറ്റാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അവിടെ സാധനങ്ങൾക്കെല്ലാം ചെറിയ വിലയുള്ളൂ. ബാർഗെയിൻ ചെയ്താൽ ചെറിയ വിലയ്ക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ബാംഗ്ലൂരിൻ്റെ തനത് സ്വാദിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. അകത്ത് കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇത് കണ്ടോ. ഇത് ബീഫിൻ്റെ പായാണ്. തൊട്ടിപ്പുറത്ത് ബീഫ് ബിരിയാണി ഉണ്ട്. ഇതാണ് ബീഫ് പാല്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മസാല ടൈപ്പ് ഇപ്പുറത്തിരിപ്പുണ്ട്. അത് ഫ്രൈയും ഇത് മസാലയും. തൊട്ടിപ്പുറത്ത് ബീഫ് മസാലയുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ബട്ടർ ഉണ്ട്. ബീഫിൻ്റെ തന്നെ ഒരുപാട് വ്യത്യസ്ത ഡിഷുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീഫിൻ്റെ ബ്രെയിനാണ് കേട്ടോ. ഈ ഇരിക്കുന്നത് ബീഫ് പെപ്പർ ഉണ്ട്, ബീഫിൻ്റെ കിഡ്നി ഉണ്ട്, ബീഫ് ചോപ്സ് ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, പിന്നെ ബീഫിൻ്റെ ഒരു ചെപ്പട എന്ന് പറഞ്ഞ വേറൊരു ഡിഷ് ഉണ്ട്. ഇറാനി കബാബ്, ചിക്കൻ ഇറാനി കബാബ്, പ്രോൺസ്, ചിക്കൻ പെപ്പർ, ചിക്കൻ ചില്ലി, ചിക്കൻ ചെപ്പട, ചിക്കൻ സിംഗപ്പൂരി. ആ കാണുന്നത് ചിക്കൻ്റെയും ബീഫിൻ്റെയും കബാബ്സ് ആണ് കേട്ടോ. അതിന് അവിടുത്തെ ഫുഡൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഷംനാസ് ഓർഡർ ചെയ്തത് ബീഫിൻ്റെ പായയാണ്. ഈ ബീഫ് പായ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പ് ടൈപ്പാണ്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എനിക്കത്ര പിടിച്ചില്ല. പക്ഷെ ഷംനാസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ കബാബും പിന്നെ ബീഫിൻ്റെ ചോപ്സുമാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ കബാബ്. അതിൻ്റെ മുകളിൽ ഒരു മസാല തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പീസ് ചിക്കൻ ഇങ്ങനെ എടുത്തിട്ടേ അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങാ നീരൊഴിക്കണം. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് കഴിക്കണം. അടിപൊളിയാട്ടോ. ആ ചിക്കൻ്റെ മുകളിൽ തൂക്കിയിരിക്കുന്ന മസാലയാണ് മെയിൻ ഹൈലൈറ്റ്. ഒരുപാട് ഓവർ കുക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ അടിപൊളിയാണ് ഇവരുടെ ഈ കബാബ്. കുറച്ച് നാരങ്ങാ നീരോട് ഒഴിക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും. ഈ കബാബിനൊപ്പം നമ്മൾ പിന്നെ പൊറോട്ടയും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ടയും കൊള്ളാം കേട്ടോ. നല്ല പൊറോട്ടയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട. ഇനി നമുക്ക് ഇവിടെ ബീഫ് ചോപ്സ് അല്ലേ, അതൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. കാഴ്ചയിൽ നമുക്കിതൊരു കുറച്ച് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്, കുറച്ച് എരിവൊക്കെ ഉണ്ടാവുമെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. സംഭവം കിട്ടില്ല സാധനം. അധികം മസാലയൊന്നുമില്ലാത്ത വെൽ കുക്ക്ഡായ മീറ്റ്. ബീഫിൻ്റെ സ്വാഭാവികമായ ആ സ്വാദ് എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാം. ബാംഗ്ലൂർ വന്ന് ട്രഡീഷണൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ബാംഗ്ലൂരിൽ ഒരുപാട് സ്പോട്ടുണ്ട്. അതിന് മാത്രമായിട്ട് 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരിലെ വ്യത്യസ്തമായ ഒരുപാട് ഡിഷുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ കബാബിൻ്റെ മുകളിൽ തൂക്കിയിരിക്കുന്ന മസാല അതെന്താണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ചാറ്റ് മസാല അല്ല. ഒരു പ്ലേറ്റ് കബാബ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങി ഞങ്ങൾ അവസാനം 3 പ്ലേറ്റ് എക്സ്ട്രാ വാങ്ങി. ബീഫിലും ചിക്കനിലായിട്ട് ഇനിയും ഒരുപാട് ഡിഷുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് അവർ തരുന്ന ഒരു ഗ്രേവിയാണ് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട്. പക്ഷേ ഗ്രേവിക്കൊക്കെ അസാധ്യ സ്വാദാട്ടോ. നമ്മൾ പൊറോട്ടയ്ക്കൊപ്പം നല്ല ഗോതമ്പ് റൊട്ടിയും കൂടെ വാങ്ങി കേട്ടോ. നല്ല ചൂട് റൊട്ടി. ആ ഗ്രേവിയും പൊറോട്ടയും കൂടെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ കഴിക്കണം. സൂപ്പറാ. ഷാക്കർ ഞങ്ങളോട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഹൈപ്പ് ഫുഡിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ ബാംഗ്ലൂർ പോകണമെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വന്ന് ഈ ഫുഡെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ കറിക്കൊപ്പം കഴിക്കാൻ പൊറോട്ടയെക്കാളും കുറച്ചുകൂടി ബെറ്റർ ഈ റൊട്ടിയാണ് കേട്ടോ. നല്ല ചൂട് ഗോതമ്പ് റൊട്ടിയും ബീഫ് ചോപ്സും പിന്നെ ചിക്കൻ കബാബും. അന്തസ്. നല്ല ചൂട് റൊട്ടി എടുത്തിട്ട് ബീഫ് ചോപ്സിൻ്റെ മസാല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചിക്കൻ കബാബ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത കുറച്ച് മസാലയുണ്ട്, അതവിടെ കിടപ്പുണ്ട്. അതും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കണം. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചത് എന്തായാലും വെറുതെ ആയില്ല. ഫുഡ് കുളമായിരുന്നെങ്കിൽ ഷാക്കിറിനെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകാനാ. ഈ ബീഫ് ചോപ്സിന് ഒരു രക്ഷയില്ലാത്ത സ്വാദാട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മധുരം കൂടി കഴിക്കണമെന്നാണല്ലോ. അങ്ങനെ കുറച്ച് മധുരം കൂടി കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് അവസാനിപ്പിക്കുകയാണ്. പേട പോലത്തെ ഒരു സ്വീറ്റാണ്. സംഗതി സൂപ്പറാണ്. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം ഈ മാർക്കറ്റിലൂടെയൊക്കെ നിന്ന് നടന്നു കേട്ടോ. സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവും ഒരുപാട് കളക്ഷൻസും ഉണ്ട്. സമയം ഏകദേശം 11 മണിയായി. ഇനി നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഉറങ്ങണം.
നാളെ രാവിലെ പുതിയ യാത്രകളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് നാളെ കാണാം.